ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കമൻറ്റിലൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഹോസ്റ്റൽ എസെൻഷ്യലിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി. സോ അത് ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബെഡിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ പറയാം, ഷീറ്റ്സ് നമുക്ക് കൊണ്ടുവരാം, ബ്ലാങ്കറ്റ്. ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തുള്ള അവിടുത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള ബ്ലാങ്കറ്റ് കാര്യങ്ങൾ കൊണ്ടുപോകും. ഇപ്പം ഹൈദരാബാദിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഒരു ഡിസംബർ ടൈമൊക്കെ അതിന് മുമ്പ് തന്നെ തണുപ്പ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അപ്പം ഈ നല്ല ബ്ലാങ്കറ്റൊക്കെ കൊണ്ടുവരണം. പിന്നെ മാട്രസ്സൊക്കെ നിങ്ങളുടെ ഹോസ്റ്റലിൽ മാട്രസ് അവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇതെല്ലാം പല സാധനങ്ങളും ഇവിടെ വന്നിട്ട് മേടിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് പോകുന്നത് അവിടെ ചെന്നിട്ട് മേടിക്കുന്നതായിരിക്കും നല്ലത്. ആൻഡ് മാട്രസ് അത് അവിടെ ഉണ്ടെങ്കിൽ വാങ്ങേണ്ട ആവശ്യമില്ല, ഇല്ലെങ്കിൽ മാട്രസ് നമുക്ക് കൊണ്ടുപോകാം. പിന്നെ ടോയ്ലറ്ററീസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സോപ്പ്, നോർമലി എല്ലാവരും ഉപയോഗിക്കുന്ന പോലെ തന്നെ സോപ്പ്, ഷാമ്പൂ, കണ്ടീഷണർ, ബോഡി വാഷ്, ഇങ്ങനത്തെ എല്ലാ ടവലായാലും ക്ലോത്ത് ബ്രഷ് എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഒരു ഇത് നല്ലതായിരിക്കും. ഇപ്പം ക്ലോത്ത്സൊക്കെ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് വാഷ് ചെയ്യുമ്പോഴത്തേക്കും വൃത്തിയാകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എല്ലാ ഇതും നമ്മുടെ വീട്ടിൽ പോലെ നല്ല കല്ലായിരിക്കണമെന്നില്ല. അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും കയ്യിലിരിക്കുന്നത് നല്ലതായിരിക്കും. ദെൻ എന്താ പിന്നെ അത്രയൊക്കെ തന്നെ. പിന്നെ ഹാങ്ങേഴ്സ്, തുണി വിരിക്കുമ്പം ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള ഹാങ്ങേഴ്സ് നനച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങനെ അതൊക്കെ നമുക്ക് കൊണ്ടുപോകാം. പിന്നെ ക്ലോത്തിങ് എന്നൊക്കെ പറയുമ്പം സോക്സ്, സ്ലിപ്പേഴ്സ്, ഹോസ്റ്റലിടാൻ വേണ്ടിയിട്ട് സ്ലിപ്പേഴ്സ്, പിന്നെ എന്താ ജാക്കറ്റ്, സാരി. ഇതൊക്കെ സാരി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരുപാട് ദൂരെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് അത്യാവശ്യം ആ ഒരു വർഷത്തേക്ക് ഇടാൻ പറ്റിയ ഫെസ്റ്റിവൽസിനൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ എന്ന് പറയുമ്പം ജീൻസും ടോപ്പുമാണ്. ഞങ്ങളുടെ കോളേജിലൊക്കെ ജീൻസും ടോപ്പും കാര്യങ്ങളും. ഇപ്പം ഇവിടെ വരുന്നവരാണെങ്കിൽ ഒരുപാട് ജീൻസും ടോപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. പിന്നെ വൈറ്റ് കുർത്തീസ് ആയാലും, പിന്നെ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുക. മാസ്ക് ക്യാരി ചെയ്യാൻ മറക്കരുത്, എപ്പോഴാണ് ആവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നിങ്ങൾ മെഡിസിൻസും ബാൻഡേജസും പിന്നെ ഡെറ്റോളും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുക. അങ്ങനത്തെ പല സാധനങ്ങളും, സാനിറ്റൈസേഴ്സ്, ഇതെല്ലാം കൊണ്ടുവരണം. പിന്നെ പേഴ്സണൽ കെയർ എന്ന് പറയുമ്പോൾ മിറർ, നെയിൽ ക്ലിപ്പേഴ്സ്, നെയിൽ കട്ടേഴ്സ്, പിന്നെ പിന്നെ ഹെയർ നെറ്റ്. ഇപ്പോൾ നഴ്സസിനൊക്കെ ആണെങ്കിൽ ഹെയർ നെറ്റൊക്കെ കൊണ്ടുവരാം. പിന്നെ സാധാ ക്ലിപ്പ്, പിന്നെ വാച്ച്, ഹെയർ ഓയിൽ, ഇതൊക്കെ കൊണ്ടുവരണം. പിന്നെ അത് എസെൻഷ്യൽസ് ലൈക്ക് റെയിൻ കോട്ട് അവർ അംബ്രല്ല, ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതൊക്കെ എല്ലാം ഉപയോഗിക്കുക. പിന്നെ വാട്ടർ ബോട്ടിൽ, ടിഫിൻ ബോക്സ്, പിന്നെ ഫ്ലാസ്ക്, വലിയ ഫ്ലാസ്ക്, അത്യാവശ്യം വലിയ ഫ്ലാസ്ക് ഉണ്ട്. കാരണം നമുക്ക് കുറേ നേരം ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും കാപ്പിപ്പൊടി ഇട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അത് കുറേ നേരത്തേക്ക് ഇരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത്യാവശ്യം കുറച്ച് വലിയ ഫ്ലാസ്ക് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ പവർ ബാങ്ക് വേണമെന്നുള്ളവർക്ക് അതൊക്കെ ജസ്റ്റ് ഓപ്ഷനാണ്, ഞാൻ പറയുന്നതേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ്, ഇപ്പം ഫുഡൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ സ്റ്റോറേജ് വെക്കേണ്ട കണ്ടെയ്നേഴ്സ്. ഹോസ്റ്റലിൽ നിന്ന് നിങ്ങൾ ഇവിടുത്തെ സൗണ്ടൊന്നും ഒരു കാര്യം വെക്കരുത്. ഇവിടെ ഞാൻ റൂമിൽ ഇരുന്ന വീഡിയോ എടുക്കുന്നത്, സോ അതുകൊണ്ട്. പിന്നെ നൈഫ്, കത്തി, അതൊക്കെ എടുത്ത് വയ്ക്കാം. പിന്നെ ഹോസ്റ്റലിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ തന്നെ അതൊക്കെ നല്ലതായിരിക്കും. പിന്നെ ക്ലോത്ത് സ്റ്റോറേജ്, തുണിയൊക്കെ അടുക്കി വെക്കുക. ഇപ്പം ജസ്റ്റ് ചുമ്മാ എടുത്ത് അലമാര ഉള്ള ഹോസ്റ്റലിലാണെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങളുടെ ഇവിടെ നിന്ന് അലമാരയിലും ഓരോ റാക്ക് വെച്ച്, അപ്പോൾ ഞങ്ങളൊക്കെ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ക്ലോത്ത് സ്റ്റോറേജ് അത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ എവിടെയാണ് അവൈലബിൾ. ഇതൊക്കെ അവിടുന്ന് കൊണ്ടുവരേണ്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടായാലും ഹോസ്റ്റലിൽ നിന്നിട്ട് മേടിക്കാൻ പറ്റുന്നവരാണെങ്കിലും അങ്ങനെ ഓർഡർ ചെയ്തിട്ടായാലും അല്ലെങ്കിൽ വന്നിട്ട് ഇവിടെ നിന്ന് വാങ്ങിച്ചാലും മതി. പിന്നെ ബ്ലൈഡും പിന്നെ ബക്കറ്റ്, കപ്പ്, ഇതൊക്കെ ഇവിടെ വന്നിട്ട് മേടിച്ചാൽ മതി. ഡിഷ് വാഷ് സ്ക്രബ് എന്ന് പറയുന്നത് ഇതുപോലെ എന്തെങ്കിലും സ്ക്രബ്, ഇത് പഴഞ്ചനായി, ഇതുപോലെ എന്തെങ്കിലും സ്ക്രബും കാര്യങ്ങളും ഇത് ചെയ്യുക. പിന്നെ വേണ്ടത് ത്രെഡ് ആൻഡ് നീഡിൽ. കാരണം ഇപ്പം തുണിയൊക്കെ കീറി പോകും, എന്തെങ്കിലും ഇത് പറ്റി കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാൻ നല്ലതായിരിക്കും. പിന്നെ കെറ്റിൽ, അയൺ ബോക്സ് നിങ്ങളുടെ ഹോസ്റ്റലിൽ അലൗഡ് ആണെങ്കിൽ അതൊക്കെ കൊണ്ടുപോവുക. ഞങ്ങളുടെ ഹോസ്റ്റലിൽ അലൗഡ് അല്ല, സോ അത് ഓൺ റിസ്കിൽ, ഞങ്ങളിവിടെ നിന്ന് പറഞ്ഞാൽ ഓൺ റിസ്കിലാണ് എല്ലാവരും കൊണ്ടുവരുന്നവരൊക്കെ കൊണ്ടുവരുന്നത്. പിന്നെ എക്സ്ട്രാ പ്ലേറ്റും ഗ്ലാസ്സും എടുത്ത് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ടോർച്ച്, സിസേഴ്സ്, സ്റ്റിഫ് ആൻഡ് ഷൈനും കംഫോർട്ടും, ഇത് രണ്ടും വേണമെന്നുള്ളവർക്ക് കൊണ്ടുവരാം. പിന്നെന്താ ഫുഡ്സ് ഐറ്റംസിൽ പിക്കിൾസ് ആയാലും സ്നാക്സ് ആയാലും എന്തായാലും നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഞങ്ങളുടെ ഹോസ്റ്റലിൽ കൊണ്ടുവരാം, ഒരു കുഴപ്പമില്ല. അല്ല, എല്ലാ ഹോസ്റ്റൽസിലും അത് അലോഡ് ആയിരിക്കും.
പിന്നെ സ്റ്റേഷനറി ഐറ്റംസ് ലൈക്ക് എന്തൊക്കെ പറയുക, സ്കെച്ചസ്, പെന്ന്, പെൻസിൽസ്, ഇറേസേഴ്സ്, ഷാർപ്നേഴ്സ്, സ്റ്റാപ്ലെയർ, ഹോൾ പെഞ്ച്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൊണ്ടുവരിക. പിന്നെ ന്യൂസ് പേപ്പർ എല്ലാവരും കൊണ്ടുപോകണം. കാരണം എപ്പോഴാണ് ന്യൂസ് പേപ്പറിൻ്റെ ആവശ്യം വരാമെന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല. പെട്ടെന്ന് അത്യാവശ്യത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ അത്യാവശ്യം ന്യൂസ് പേപ്പർ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ഇത്രയൊക്കെ ഉള്ളൂ മെയിനായിട്ടും ഹോസ്റ്റലിൽ വരുമ്പം നമ്മൾ ജസ്റ്റ് ഓർത്തിരുന്ന് കൊണ്ടുവരേണ്ടത്. പലതും നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞതിന് ശേഷം വാങ്ങിച്ചാലും മതി. അധികം എന്താ പറയുക, ആ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഒരുപാട് ദൂരത്തിൽ നിന്നാണെങ്കിൽ എവിടെയാണോ ചെല്ലുന്നത് അവിടത്തേനനുസരിച്ചിട്ട് അവിടുത്തെ ഹോസ്റ്റൽ എങ്ങനെയാണ്, അവിടെ എന്തൊക്കെയാണ് കൊണ്ടുപോകാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ അവിടെ ചെന്നിട്ട് മേടിച്ചാലും മതി. നിങ്ങൾ ഹൈദരാബാദിലോട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ബ്ലാങ്കറ്റും ജാക്കറ്റും ഇതൊക്കെ എടുത്ത് ക്യാരി ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം റെയിനി സീസൺ ആയാലും ഇപ്പം വിൻ്റർ സീസണൊക്കെ അടുത്ത് വരുമ്പോഴത്തേക്കും നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യം വരും. ചിലപ്പോൾ ഫാൻ പോലും ഇടേണ്ടി വരത്തില്ല നമുക്ക്. അപ്പം അങ്ങനെയൊക്കെ ഇതായിരിക്കും. പിന്നെ അല്ലാതെ സമ്മർ സീസണ് നല്ല ചൂടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇതും നിങ്ങൾ പോകുന്ന സ്ഥലം എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുപോവുക. മെയിനായിട്ടും കോമണായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളാണ് എല്ലാവരും ഹോസ്റ്റലിൽ കൊണ്ടുപോകുന്നത്. എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ മെയിനായിട്ടും കൊണ്ടുപോകേണ്ടത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you in my next vlog. Bye. Yeah, that's the point. Okay, ഇനി എല്ലാം സ്റ്റാർട്ട് ചെയ്യും. ന്യൂസ് പേപ്പർ അല്ലേ? എഴുതി വെച്ചില്ല, ഞാൻ മറന്നു. പേനയില്ല, പെൻസിലില്ല. ശരി, മറന്നു പോയാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ ബാക്കി പറഞ്ഞതാണ്. നിങ്ങൾ കഴിക്കുന്ന ആണെങ്കിൽ വിശപ്പ് കൂടുക. ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞത്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ആക്ച്വലി വരുമ്പോൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ കമൻറ്റ് ബോക്സിൽ എനിക്കൊന്നും കിട്ടണില്ല, അതാണ് സത്യം. പ്ലീസ് പ്ലീസ്. ഓക്കെ.